മുംബൈയിലേക്ക് പോകുന്ന സെക്കൻഡ് ഡേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ബ്രെഡ് ഓംലെറ്റ് ആണ് കേട്ടോ മേടിച്ചത്. മുമ്പ് ഞാൻ വാരണാസി പോകുന്ന സമയത്ത് ബ്രെഡ് ഓംലെറ്റ് എനിക്ക് ട്രെയിനിൽ ഇഷ്ടമായിരുന്നു. അങ്ങനെ അത് പ്രതീക്ഷിച്ചാണ് ഓർഡർ ചെയ്തത്. കുഴപ്പമില്ലാന്നേ പറഞ്ഞോളൂ, പക്ഷെ അന്നത്തെ കണക്ക് അങ്ങോട്ട് ശരിയായില്ല. കൂടെ കെച്ചപ്പും ഒക്കെ ഉണ്ടായിരുന്നു. ബ്രെഡ് ആണെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നി, പക്ഷേ ഓംലെറ്റ് നല്ലതായിരുന്നു കേട്ടോ. പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ളൊരു ഓംലെറ്റ് ആയിരുന്നു. പിന്നെ ഞാൻ കെച്ചപ്പൊക്കെ ഒഴിച്ചിട്ട് കഴിച്ചപ്പോഴത്തേനും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു ടീ കുടിച്ചു, കാർഡമം ടീ ആണ് കുടിച്ചത്. ഒരു ടീ മൊത്തത്തിലൊന്നും കുടിക്കാനായിട്ട് ഇപ്പോഴും എനിക്ക് പറ്റത്തില്ല. ഞാൻ ഒരു 2-3 സിപ്പൊക്കെ എടുക്കും, അത്രേ എന്നെക്കൊണ്ട് പറ്റുന്നുള്ളൂ. പിന്നെ മുമ്പ് ഇഷ്ടമില്ലായ്മയിൽ നിന്ന് ഇപ്പോൾ കുടിക്കാൻ പറ്റുന്നതിന് വലിയ കാര്യമാണ്. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ട്രെയിനിൽ നിന്ന് കിട്ടുന്ന ഫുഡ് ഞാൻ ഓർഡർ ചെയ്തായിരുന്നേ. ഇതിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങും പച്ചപ്പട്ടാണിയൊക്കെ ഇട്ടൊരു കറിയും, പിന്നെ എഗ് കറിയും, പിന്നെ ദാലും, പിന്നെ സവോള, അച്ചാർ, കൂടെ ചപ്പാത്തി, റൈസ്, ഇതൊക്കെയായിരുന്നു. കുഴപ്പമില്ലാന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങോട്ട് എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. ഈ റൈസ് സെറ്റിൻ്റെ കൂടെ കിട്ടിയില്ലേ മുട്ടക്കറി, അതും കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ച് കഴിച്ച അണ്ട ബിരിയാണിയും സെയിം ഫ്ലേവർ ആയിരുന്നു. എനിക്ക് തോന്നുന്നു അവർ ഈ മുട്ടക്കറി എടുത്ത് ആ റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും ബിരിയാണി എന്ന് പറഞ്ഞ് തരുന്നത് കേട്ടോ. എക്സാക്ട്ലി സെയിം തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. എനിക്കാണെങ്കിൽ ഇതിലെ ദാൽ കറി വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. ബാക്കിയെല്ലാം അറ്റർലി ഫ്ലോപ്പാണ് കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ആ മുട്ടക്കറി എനിക്ക് തീരെ ഇഷ്ടമായില്ല. പിന്നെ ഈ അച്ചാറൊക്കെ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് രാത്രിയെങ്കിലും നല്ല ഫുഡ് കഴിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഫുഡ് ഓൺ ട്രെയിനില്ലേ ആ ആപ്പ് വഴിയിട്ട് ഓർഡർ ചെയ്തായിരുന്നു. ഇത് ബട്ടർ ചിക്കൻ ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നാൻ മേടിച്ചായിരുന്നു, പിന്നെ തന്തൂർ റൊട്ടി, അങ്ങനെ 2 സംഭവങ്ങളാണ് മേടിച്ചത്. ആ തന്തൂർ റൊട്ടിയിൽ നല്ല ഗീ ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായിരുന്നു എനിക്ക് കൂടുതൽ നാനിനേക്കാളും ഇഷ്ടമായത്. ഈ ബട്ടർ ചിക്കൻ ആണെങ്കിൽ ഭയങ്കര സ്പൈസിനെസ് ആയിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിന് ചെറിയ സ്വീറ്റ്നെസ് ഒക്കെ ഉണ്ടല്ലോ, അത് ഇതിലില്ല. പിന്നെ ഞാനൊരു ചായയൊക്കെ കുടിച്ചു.